ഫലസ്തീൻ ജനതക്ക് സ്വന്തമായി ഒരു ഭൂമി വേണം. ഞങ്ങൾ മറ്റുള്ളവർക്ക് ആതിഥേയത്വം നൽകി ഈ നാടിനെ ആദരിച്ചവരാണ്. അതുകൊണ്ട് അതിഥികളായി കടന്നു വന്ന ആളുകൾ ഞങ്ങളെ ആട്ടിപ്പുറത്താക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. രണ്ടാമത്തത്, ഞങ്ങളുടെ ഏറ്റവും പ്രധാന ബൈത്തുൽ മുഖദ്ദസാണ്. അത് ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. ഗസ ഞങ്ങൾക്ക് അനുവദിച്ചതാണ്. അതുകൊണ്ട് അവിടെ ഒരു അധിനിവേശം നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ ഇവിടെയുള്ള ഈ അനാഥകൾക്കും വിധവകൾക്കും ഈ പോരാട്ട ഭൂമിയിൽ ഞങ്ങൾ നേടിയിട്ടുണ്ട്. ഇത് പ്രയാസം നേരിടുന്ന ആള് ആരുടെ സഹായം വാങ്ങണം എന്നുള്ളത് നേരത്തെ ആലോചിച്ച് തീരുമാനിച്ചാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു നിലപാടാണ് ഷേലി പറഞ്ഞത്. അതിലൊരു വങ്കത്തരമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് ധാര അതിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവും. ഒരു ഭാഗം പൂർണ്ണമായി ഹമാസിനെ എതിർക്കുന്നവരും ഒരു ഭാഗം അനുകൂലിക്കുന്നവരും ഉണ്ട്. രണ്ട് വിഭാഗവും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കണം. KNM ടി പി അബ്ദുള്ള കോയമ്മദിൻ്റെ ചില നിലപാടുകളിൽ നമ്മൾ കാണുന്ന ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഹമാസിനെ അനുകൂലിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. നേരെ വിപരീതമായി മജീദ് സ്വലാഹി എതിരായിട്ട് സംസാരിക്കും. ഇപ്പോൾ ചുവലി അബ്ദുള്ള മൗലവിയും. അപ്പോൾ ഒരുപക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഇന്നറിലെ പ്രശ്നങ്ങളായിരിക്കാം അവർക്ക് കൃത്യമായ ഒരു നിലപാട് കട്ടണ്ടായി പറയാൻ പറ്റാൻ കഴിയാൻ പോകുന്നതെന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഒരു ഭാഗത്ത് ഫാസിസം അതേ അഭിപ്രായം പറയുന്ന ഇപ്പോഴത്തെ KNM CD ടവറും ഫാസിസവും KD ടവറും എവിടെയോ കൈകോർക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ഡോക്ടർ IP അബ്ദുസലാമാണ്. KNM മർക്കസ് ദഅവയുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളാണ് അദ്ദേഹം. യെസ്, വെൽക്കം, സ്വാഗതം. ഈയിടെയായിട്ട് ഒരു ചുഴലി എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ചുഴലി അബ്ദുള്ള മൗലവി, അദ്ദേഹം ഒരുപാട് പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ ചെയ്യാറുണ്ട്. അത് പലപ്പോഴും വിവാദമാവാറുണ്ട്. അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും സമൂഹത്തിലും സമുദായത്തിലും ഉണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നേരത്തെ ഒരു സമസ്തക്കാരനായിരുന്നു. പിന്നീട് തബ്ലീഗ് ജമാഅത്തിൻ്റെ ദേശീയ നേതാക്കളൊരാളായി. പിന്നീട് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നു. മാത്രമല്ല മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ പലപ്പോഴും മാറി നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ആ വ്യക്തി എന്ത് പറയുന്നു എന്നതിനേക്കാൾ അപ്പുറം അദ്ദേഹം ഈയിടെ ചെയ്ത ഒരു പ്രസംഗത്തിൽ വന്നൊരു പരാമർശം KNMൻ്റെ തന്നെ ഒരു വേദിയിൽ വെച്ച് പറയുമ്പോൾ അത് എത്രമാത്രം പ്രവർത്തകർക്കും സമുദായത്തിനും ഏതൊക്കെ അർത്ഥത്തിൽ അതിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാവും എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പം ഞാൻ നിങ്ങളെ സമീപിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഹമാസുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. പ്രേക്ഷകർക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്ലിപ്പ് കാണാവുന്നതാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഹമാസിനെ ഷിയ സഹായിക്കുകയും ആ അർത്ഥത്തിൽ ഹമാസ് ഇസ്രായേലിനെ അതിജയിച്ചുകൊണ്ട് അക്സ നമ്മുടെ മുസ്ലിം പക്ഷത്തേക്ക് ആക്കുന്നതിനേക്കാളും നല്ലത് അത് ഇസ്രായേൽ പക്ഷത്ത് തന്നെ നിന്നോട്ടെ എന്നാണ്. അപ്പോൾ ഈ അർത്ഥത്തിൽ ഒരു നിലക്കും നമുക്ക് ഷിയാക്കളുടെ സഹകരണം തേടാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് KNMൻ്റെ ഔദ്യോഗികമായിട്ടുള്ളൊരു വേദിയിൽ വെച്ച് അദ്ദേഹം പറയുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടും നിങ്ങളുടെ അതിൻ്റെ പ്രതികരണവുമാണ് അറിയേണ്ടത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിന് സ്വന്തമായ നിലപാടുകളുണ്ട്. എല്ലാ വിഷയങ്ങളിലും, ഇസ്ലാമികമായ വിഷയങ്ങളാണെങ്കിലും ഇനി ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ലോകരാജ്യങ്ങൾക്കിടയിലുള്ള സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക മേഖലയിലൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന് വ്യക്തമായ ചില കാഴ്ചപ്പാടുകളുണ്ട്. അതന്നും ഇന്നും അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഇപ്പോൾ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിലെ ചില കാര്യങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വളരെ ശക്തമായ ചില അഭിപ്രായങ്ങൾ പിൽക്കാലത്ത് വളരെ നന്നായി ആവേശകരമായി സമൂഹം ചർച്ച ചെയ്തതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഈ വിഷയത്തിൽ ചുവലി അബ്ദുള്ള മൗലവി KNM CD ടവർ എന്നാണ് ഞങ്ങൾ പറയുന്നത്. യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശ ആശയരംഗത്ത് വ്യത്യസ്തമായ ചില ആശയങ്ങൾ കൊണ്ടുവരികയും വികലമായ ചില വിശ്വാസ പ്രമാണങ്ങൾക്ക് ഏറെ പ്രചോദനം നൽകുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ചില സമീപനങ്ങൾ സ്വീകരിച്ചപ്പോഴാണ് മുജാഹിദ് പ്രസ്ഥാനം വേർപിരിയുന്നത്. അതേസമയത്ത് ആദർശപരമായി വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് KNM മർക്കസ് ദഅവ നിലകൊള്ളുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തന പദ്ധതികളും പ്രൊജക്റ്റുകളും സമ്മേളനങ്ങളൊക്കെ നടക്കുന്നത്. ഈ വിഷയത്തിൽ സത്യത്തിൽ നേരത്തെ ഇതിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നറിയപ്പെടുന്ന മജീദ് സ്വലാഹി കുറച്ചു മുമ്പ് ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയിരുന്നു. ഹമാസ് പോലുള്ള തീവ്രവാദ സംഘടനകളാണ്, ഒരു നിലക്കും നമുക്ക് ഫലസ്തീനിലെ ഈ സമരത്തോട്, ഇപ്പോൾ നടക്കുന്ന ഗസയിൽ നടക്കുന്ന ഈ സ്വാതന്ത്ര്യ പോരാട്ടത്തോട് അനുകൂലിക്കാൻ പറ്റില്ല എന്ന്. ഇതേ നിലപാട് തന്നെയാണ് ചുവലി അബ്ദുള്ള മുസ്ലിം മൗലവി അടുത്ത ദിവസം നമ്മൾ പ്രഭാഷണം കേൾക്കാനിടയായി. പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ ഒന്നടങ്കം ആളുകൾ തെറ്റിദ്ധരിക്കുന്ന രൂപത്തിലുള്ള ചില പ്രഭാഷണങ്ങളാണ്.
മർക്കസ് ദേവക്ക് വ്യക്തമായ ചില നിലപാടുകളുണ്ട്. മർക്കസ് ദേവ ഫലസ്തീൻ വിഷയത്തിൽ ഇന്ന് നമ്മൾ നടത്തിയിട്ട് നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെയും നമ്മുടെ പ്രഭാഷണങ്ങളും അതുപോലെ നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളിലൊക്കെ ഞങ്ങൾ പങ്കെടുപ്പിച്ച് വളരെ കൃത്യമായ നിലപാട് വ്യക്തമാക്കി. ആ നിലപാട് വളരെ വ്യക്തമാണ്. ഇരകളുടെ കൂടെ നിൽക്കുന്ന ഫലസ്തീൻ എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ആ പോരാട്ട ഭൂമിയിൽ അവരുടെ കൂടെ നിൽക്കുക എന്ന നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനം, പ്രത്യേകിച്ച് മർക്കസ് ദാവ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം വരുന്നത് ഹമാസിൻ്റെ ഒരു പക്ഷേ പഴയകാല ചരിത്രങ്ങൾ പലർക്കും പലതും പറയാനുണ്ടാവും. പക്ഷേ ഇന്ന് ഹമാസ് അല്ലാതെ മറ്റാരും ഫലസ്തീൻ വിഷയത്തിന് വേണ്ടി യാസർ അറഫാത്തിന് ശേഷം ആ ഫലസ്തീൻ വിഷയങ്ങൾ നമുക്ക് ഹമാസ് വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ചുവലി പരാമർശിച്ച ഈ സംഗതിയോട് നിങ്ങളുടെ നിലപാട് തീർച്ചയായിട്ടും അതിന് വിരുദ്ധമാണ്. അതേപോലെ തന്നെ ഇപ്പം ദുവത്തുൽ മുജാഹിദിന് ഇപ്പം സ്പ്ലിറ്റായി 3 വിഭാഗമായി മാറിയിട്ടുണ്ട്. ഈ 3 വിഭാഗം ഏത് രീതിയിലാണ് ഇതിനോട് പ്രതികരിക്കുന്നത് താങ്കൾക്ക് പറയാൻ പറ്റുമോ? വളരെ കൃത്യമാണ്. ഇതിൽ ചുവലി അബ്ദുള്ള മൗലവിയുടെ ആ നിലപാട് യഥാർത്ഥത്തിൽ മർക്കസ് ദാവ ഒരിക്കലും അതിനെ അനുകൂലിക്കുന്നു. ഞങ്ങൾ ഇന്നലെ വളരെ കൃത്യമായി മീഡിയകളുടെ മുമ്പിൽ ഞങ്ങളുടെ ഇതിൻ്റെ നിലപാടുകൾ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു ന്യൂസായിട്ട് പുറത്തു വിട്ടിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം വ്യത്യസ്തമായി പിളർന്നു എങ്കിലും ആ പിളർപ്പിൽ യഥാർത്ഥത്തിൽ പിളർപ്പിന് ഏറ്റവും പ്രധാന കാരണമായി വർത്തിച്ചിരിക്കുന്നത് ആദർശപരമായ ആശയപരമായ സംഘടനകൾ തന്നെയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അന്നും ഇന്നുമുള്ള ആശയം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ പ്രവാചക ചര്യയും അത് പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ആ പ്രമാണങ്ങൾക്ക് കാര്യങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. എന്നാൽ ഒന്നാം പ്രമാണം പ്രവാചക ചര്യയാണെന്ന് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള CD ടവർ KNM ആണെങ്കിലും അതുപോലെ തന്നെ വിസ്ഡം ടീമാണെങ്കിലും അവരങ്ങനെയാണ് പ്രമാണത്തിൻ്റെ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. വിശ്വാസം പറയാം. പിന്നെ ചില അന്ധവിശ്വാസങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം എക്കാലം അത്രയും ഒഴിവാക്കി നിഷേധിച്ച് തള്ളിക്കളഞ്ഞ പ്രബോധന പ്രവർത്തനങ്ങളിൽ മുഖ്യ അജണ്ടയായി സ്വീകരിച്ച അന്ധവിശ്വാസങ്ങൾ മുഴുവനും വീണ്ടും ഈ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ വന്നു. അപ്പോഴാണ് സ്വാഭാവികമായും മാറി ചിന്തിക്കേണ്ടത്. മാത്രമല്ല സ്ത്രീകളുടെ പൊതുരംഗത്തുള്ള പ്രവർത്തനങ്ങൾ, അവരുടെ പ്രബോധന സാന്നിധ്യം, വിദ്യാർത്ഥികളുടെ ക്യാമ്പസുകളിലുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ ഒരു വിമുഖത കാണിക്കുന്ന അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് ഒരു അരാഷ്ട്രീയവാദം വളർത്തിയെടുക്കുന്ന ഇത്തരം സമീപനങ്ങൾ വന്നപ്പോഴാണ് സ്വാഭാവികമായും ഞങ്ങൾ മാറി ചിന്തിക്കേണ്ടി വന്നത്. യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശതല ഇപ്പോൾ വിസ്ഡം ടീം എന്ന് പറയുന്നൊരു ടീമുണ്ട്. അതേ തന്നെ KNM CD ടവർ എന്ന് പറയുന്ന ഔദ്യോഗിക പക്ഷം എന്ന് പറയുന്ന അങ്ങനെ ഒരു ഔദ്യോഗിക പക്ഷമൊന്നുമില്ല. മഹാഭൂരിപക്ഷവും ഇപ്പുറത്ത് നിന്നപ്പോഴും ഔദ്യോഗിക പക്ഷത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് നിന്നത്. സത്യത്തിൽ മർക്കസ് ദാവ ടീമിൻ്റെ ഒരു പ്രത്യേകത, മർക്കസ് ദാവക്ക് കൃത്യമായി ഞങ്ങളുടെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. KNM സംഘടനകളിൽ ഞങ്ങളുടെ സ്ത്രീ പ്രാതിനിധ്യം പോലും കൊടുത്തൊരു സംഘടനയാണ്. എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഭരണ ഇതിൽ പോലും സ്ത്രീ സാന്നിധ്യം ഉൾപ്പെടുത്തിയ ഒരു സംഘടനയാണ്. മാത്രമല്ല സ്ത്രീകൾക്ക് അവരുടെ വേദിയുണ്ട്. അതൊക്കെ ഉപയോഗം ഈ 3 വിഭാഗങ്ങളിലും മർക്കസ് ദാവ മാത്രമാണോ ഹമാസിനെ അനുകൂലിക്കുന്നത്? മർക്കസ് ഇതിൽ സത്യമായി നോക്കുകയാണെങ്കിൽ 3 ടീമിൻ്റെയും വ്യത്യസ്ത പ്രസ്താവനകൾ വന്നതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് മീഡിയകളിലൂടെ സ്ഥിരമായി പുറത്തു വരുന്നത് വിസ്ഡം ടീം ഒരു നിലക്കും അവർ ഹമാസിനെയോ അതുപോലെ തന്നെ ഫലസ്തീനെയോ അനുകൂലിക്കുന്നില്ല. രണ്ടാമത്തത് CD ടവറും അതേ നിലപാട് തന്നെയാണ്. ഇന്ന് വരെ KNMൻ്റെ CD ടവർ സംസ്ഥാന ഭാരവാഹികൾ മജീദ് സലാഹി അന്നിറക്കിയ പ്രസ്താവനയോടോ അതുപോലെ ചുവലി അബ്ദുള്ള മൗലവി ഇന്നലെ മിനിയാന്നുമായി അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്ന വാർത്തകളോടോ ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ 2 വിഭാഗവും ഹമാസിനെതിരാണ്. ഇത് നമുക്ക് ഹമാസ് വിഷയത്തിലേക്ക് വരാം. ചുവലി പറഞ്ഞ ഒരു പ്രധാന സംഗതി ഷീ വിഭാഗം ഇവരെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ നോക്കുന്ന സമയത്ത് ഒരു ഇസ്ലാമിക ടെക്സ്റ്റലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ നമുക്ക് സാധിക്കുമോ? ഇതൊരു ഷിയ അഹ്ലുസുന്ന എന്ന് പറയുന്ന 2 വിഭാഗമാണ് ലോകത്ത് നിലനിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ 2 കക്ഷികളായി വേറെ ചെയ്യുന്നുണ്ട്. അതേസമയത്ത് ഷിയാക്കളുടെ കൂട്ടത്തിൽ തന്നെ വളരെ ലിബറലായി മൈൻഡുള്ള ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ന് 100% ഇസ്ലാമികമായ കാഴ്ചപ്പാടുകളോടും മുസ്ലിം നിലപാടുകളോട് യോജിച്ച് മുന്നേറണം എന്ന് പറയുന്ന ഇസ്മായിലിയ ടീം പോലെ ഷിയാക്കളുടെ കൂട്ടത്തിലുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു ഷിയ മുസ്ലിം ഇഷ്യൂ ആക്കിയിട്ട് വേർതിരിച്ച് ഷിയാക്കളുടെ മാത്രം ഒരു ഇഷ്യൂ ആണ് ഫലസ്തീൻ അല്ലെങ്കിൽ ഹമാസ് തൊടുത്തുവിടുന്ന ആശയങ്ങൾ മുഴുവനും ഷിയാക്കൾക്ക് അനുകൂലമാണ് എന്ന് പറയുന്നത് ശരിയല്ല. കാരണം 1970-കളിൽ ആരംഭിച്ചിരിക്കുന്ന ഈ പോരാട്ടം അല്ലെ 1940-കളിൽ തുടങ്ങിയിരിക്കുന്ന ചരിത്രം, അതും അല്ലെങ്കിൽ 1907 അവിടെ മുതൽ വേണമെങ്കിൽ ചരിത്രപരമായി ഫലസ്തീൻ വിഷയം നമ്മൾ കാണാവുന്നതാണ്. പക്ഷെ അന്നൊന്നും ഹമാസ് അല്ല ഈ രംഗത്തുള്ളത്.
അങ്ങനെ പറയുകയാണെങ്കിൽ യാസർ അറഫാത്തിനെ പറ്റി പറയേണ്ടി വരും, അദ്ദേഹം ഷിയാണെന്ന് പറയേണ്ടി വരും. അന്ന് അങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഷിയ ഈ വിശ്വാസം അല്ലെങ്കിൽ ഷിയ എന്ന് പറയുന്ന ഈ പ്രശ്നം ഇതിലേക്ക് കൊണ്ടുവരുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും മിഡിൽ ഈസ്റ്റിലുള്ള സലഫി ധാരകയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കാരണം സലഫികളിൽപ്പെട്ട ചില ആളുകൾ ഇതിനോട് യോജിക്കുന്നില്ല. അത് പ്രത്യേകിച്ച് സൗദി അറേബ്യ. നമുക്കൊരു ഓർഡറിൽ വരാം. ഹമാസ് എന്ന പ്രസ്ഥാനത്തെ മർക്കസ് ദേവ് അംഗീകരിക്കുന്നുണ്ടോ? ഒരു ഇരകളുടെ ഭാഗത്ത് നിന്നല്ല ചോദിക്കുന്നത്. ഹമാസ് എന്ന പ്രസ്ഥാനത്തെ, ഹമാസ് എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഹമാസ് എന്ന പ്രസ്ഥാനത്തിനേക്കാളും അപ്പുറം ഞങ്ങൾ കാണുന്നത് ഹമാസ് ഇപ്പോൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, ഹമാസ് ഇപ്പോൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, ആ നിലപാടിനോടാണ് നിങ്ങളുടെ 100%. അതേസമയത്ത് ഹമാസ് രൂപീകരിച്ചത് അഹമ്മദ് യാസീനാണ്. അഹമ്മദ് യാസീൻ നമുക്കറിയാവുന്നതുപോലെ ഇഖ്വാൻ മുസ്ലിമിൻ്റെ ആളാണ്. ഇവരുടെ എല്ലാ നിലപാടുകളും ലക്ഷ്യവും ഒക്കെ തന്നെ ഇഖ്വാൻ മുസ്ലിമിൻ്റെ നേർപതിപ്പാണ്. ആ അർത്ഥത്തിൽ മർക്കസ് ദഅവക്ക് ഒരു കാരണവശാലും ഹമാസിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ സമയത്ത് ഇപ്പോൾ അവർ നിലകൊള്ളുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുന്നത് വിമോചന പോരാട്ടമാണ്. ആ അർത്ഥത്തിൽ അവരെ അംഗീകരിക്കുക, അത്രമാത്രമേ ഉള്ളൂ. ഹമാസ് ഇവിടെ പറഞ്ഞ ഐഡിയോളജിക്കലി ഒരു പക്ഷേ ചിലപ്പോൾ ഹമാസിൻ്റെ അവരുടെ ബേസിക്കലായ ചില കാര്യങ്ങളോട് നമുക്ക് വിയോജിക്കേണ്ടി വരും. എന്നാൽ ഹമാസ് ഇപ്പോൾ നിലകൊള്ളുന്ന ഈ നിലപാടിൽ അവരുടെ കൂടെ നിൽക്കുക എന്നതാണ് മർക്കസ് ദഅവയുടെ നിലപാട്. കാരണം ഹമാസിൻ്റെ ഐഡിയോളജിയിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. യാസീൻ്റെ അദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ ഇഖ്വാൻ മുസ്ലിമിൻ്റെ, ഹസൻ ബന്നയുടെ, സയ്യിദ് കുത്തുബിൻ്റെയോ ഇവരുടെയൊക്കെ നിലപാടുകളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് രൂപപ്പെട്ട ഒരു പ്രസ്ഥാനമായി ഹമാസ് നിലകൊള്ളുന്നു. പക്ഷേ ഹമാസിൻ്റെ ഒരു ബേസിക്കലി നോക്കുമ്പോൾ ഒരു പക്ഷേ ഇഖ്വാൻ മുസ്ലിമിനോടൊക്കെ യോജിക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഫലസ്തീൻ വിമോചനം എന്നത് മാത്രമാണ്. മുമ്പ് യാസർ അറഫാത്ത് എന്താണോ മുന്നോട്ട് വെച്ചത് അതേ ആശയം തന്നെ ഹമാസ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ഹമാസിൻ്റെ നേതൃത്വത്തിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾ നമ്മളിപ്പോഴേ ഇന്നത്തെ സാഹചര്യത്തിലാണല്ലോ അതിനോട് വായിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അതിനെ വിലയിരുത്തുന്ന സമയത്ത് ബോധ്യപ്പെടുന്നത് ഹമാസ് ഇപ്പോൾ ഫലസ്തീൻ ഇഷ്യൂവിൽ ഫലസ്തീൻ്റെ മോചനം എന്നത് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഫലസ്തീനിലെ ഇരയാക്കപ്പെട്ട വിധവകളായ അനാഥകളായ അല്ലെങ്കിൽ അവർക്ക് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട ബൈത്തുൽ മുഖദ്ദസിൻ്റെ വിഷയത്തിൽ ഒരു നിലക്കും ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാണ്. ഇത് മുസ്ലിം സമൂഹം ലോക മുസ്ലിങ്ങളുടെ മുഴുവനും ഇഷ്യൂ ആണ്. പക്ഷേ അതേ സമയത്ത് വേറൊരു സംഗതി കൂടി ഇതിലൊരു വായനയുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന PLO, അതേപോലെ തന്നെ പിന്നെ മഹ്മൂദ് അബ്ബാസിൻ്റെ പാർട്ടികൾ, ഇവർ അവിടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് രാഷ്ട്രീയ പാർട്ടി നിലകൊള്ളുന്ന സമയത്ത് ഒരു സാമൂഹിക പ്രസ്ഥാനമായിട്ടാണ് ഹമാസ് വന്നിരുന്നത്. ആ സമയത്ത് അമേരിക്ക പോലും ഇസ്രായേൽ പോലും ഹമാസിനെ അംഗീകരിച്ചിരുന്നു. പിന്നീട് ഇവർ സായുധ പോരാട്ടത്തിലേക്കും ദേശീയ രാഷ്ട്രീയത്തിലേക്കും രാഷ്ട്രീയ രംഗത്തേക്കും വന്നതിന് ശേഷമാണ് ഇസ്രായേൽ, അമേരിക്ക അടക്കമുള്ള ആളുകൾ ഇവർക്കെതിരെ തിരിഞ്ഞത്, ഇവർ ഒരു സായുധ പോരാട്ടത്തിലേക്ക് വന്നത്. ആ അർത്ഥത്തിൽ നോക്കുന്ന സമയത്ത് ഒരു ഇഖ്വാൻ കാഴ്ചപ്പാടുള്ള തികച്ചും ഒരു ഇസ്ലാമിസ്റ്റ് സംഘടനയായ ഹമാസിനെ ആളുകൾ എതിർക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് തള്ളിപ്പറയാൻ പറ്റുമോ? അല്ല, ഒരു നിലക്ക് അത് നേരത്തെ ഞാൻ പറഞ്ഞ വിഷയം തന്നെ. ഐഡിയോളജിക്കലി ഒരു പക്ഷേ ഇവരുടെ ഇഖ്വാൻ മൈൻഡിലൂടെയാണ് ഹമാസ് വളർന്നു വന്നിരിക്കുന്നത്. PLO എന്ന് പറയുന്നത് കൃത്യമായൊരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റാണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അന്നത്തെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ യാസർ അറഫാത്തിൻ്റെ നേതൃത്വത്തിൽ വരുന്ന PLO ആണെങ്കിലും അതിനുശേഷം വന്ന ഫലസ്തീൻ ലിബറേഷൻ മൂവ്മെൻറ്റും കംപ്ലീറ്റ് വരുന്നതും സത്യത്തിൽ അവിടുത്തെ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഹമാസ് ആദ്യഘട്ടത്തിൽ സത്യത്തിൽ നിലകൊണ്ടിരുന്നത് ഇഖ്വാൻ മൈൻഡിലും അങ്ങനത്തെ ഒരു തിയോളജിക്കൽ മേഖലയിലായിരുന്നു. പക്ഷേ ഹമാസ് PLO എന്ന് പറയുന്ന യഥാർത്ഥ അവിടുത്തെ ഒരു ഫലസ്തീൻ മുന്നണി പോരാളികളുടെ ഒരു അപജയം സംഭവിച്ചപ്പോൾ, അങ്ങനെ ഞാൻ സൂചിപ്പിക്കുള്ളൂ, അപജയം സംഭവിച്ചപ്പോൾ സ്വാഭാവികമായും ആ നേതൃത്വത്തിലേക്ക് ഹമാസ് എത്തിപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഹമാസ് അവരുടെ പൊളിറ്റിക്കൽ ഇഷ്യൂവിൽ എന്ത് ചെയ്തു, ഇടപെട്ടു. ഇപ്പോൾ ഹമാസ് നേതൃത്വം വഹിക്കുന്ന, ഹമാസ് എടുത്തിരിക്കുന്ന വിഷയങ്ങൾ കംപ്ലീറ്റ് ഫലസ്തീനിലെ പൊളിറ്റിക്കൽ മേഖലയിൽ മാത്രമല്ല അവരുടെ സ്വതന്ത്ര രാജ്യം എന്ന് പറയുന്ന ആശയവും അതുപോലെ തന്നെ ജനിച്ച നാടിൻ്റെ മോചനവും എന്ന് പറയുന്ന വിഷയത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഹമാസ്. ആ വിഷയത്തിൽ നമ്മൾ അവരെ കൂടെ ഇപ്പോൾ ഇന്ത്യയിൽ നമുക്കറിയാം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ഭാഗത്ത് കടുത്ത ഒരു പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയവും ഫലസ്തീൻ രാഷ്ട്രീയവും പരസ്പരം കൂട്ടിച്ചേർക്കേണ്ട കുറേ ഘടകങ്ങളുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ നെഹ്റുവിനെ പോലെ ഗാന്ധിജീനെ പോലെയുള്ളവർ, അറ്റ്ലീസ്റ്റ് ഇന്ദിരാഗാന്ധി പോലെയുള്ള ഇതുവരെയുള്ള ഇന്ത്യൻ ഭരണാധികാരികൾ തന്നെ 100% എന്തുകൊണ്ടാണ് ഫലസ്തീൻ്റെ പിന്തുണ നൽകിയത് എന്ന് പറഞ്ഞാൽ അവരുടെ സ്വതന്ത്ര രാഷ്ട്രം എന്ന് പറയുന്ന ആശയം ഇന്ത്യ ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ എങ്ങനെ നേരിട്ടോ അതേ നിലപാട് തന്നെ, അതേ നേരിടൽ തന്നെയാണ് ഫലസ്തീൻ നേരിടുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഇന്ത്യയും വളരെ കണക്റ്റീവാണ്.
അവിടെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേരെ വിപരീതമായി നിന്ന ടീമായിരുന്നു യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി. സെയ്ദ് അബുൽ അല മൗദൂദിയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു, ഞങ്ങൾ 100% ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരാണ്, ഇന്ത്യയിൽ വരേണ്ടത് ദൈവരാജ്യമാണ്, അല്ലെ ഹുക്കൂമത്തെ ഇലാഹിയാണ് എന്ന് പറയുന്ന ആശയമാണ്. ആവശ്യത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞത് ഇപ്പം പിന്നെ സൗദി നമ്മൾ സലഫി പ്രസ്ഥാനങ്ങളുടെ ഒക്കെ തന്നെയും ഒരു എന്താ പറയുക ആശയവും ത്തിൻ്റെ കേന്ദ്രം എന്ന് പറയാവുന്ന സൗദി അറേബ്യ, അവർ ഹമാസിനോട് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അത് അങ്ങനെ ആ വിഷയത്തോട് ഞാൻ സൗദി എന്ന് പറയുന്നത് സലഫി പ്രസ്ഥാനങ്ങളുടെ എല്ലാം ആസ്ഥാന കേന്ദ്രമാണെന്ന് 100% നമ്മൾ യോജിക്കുന്നില്ല. കാരണം പ്രത്യേകിച്ച് കേരളത്തിലെ സലഫി ആദർശം എന്ന് പറയുന്ന ഇവിടുത്തെ നവോത്ഥാന പ്രവർത്തനങ്ങൾ നടക്കുന്നത് കേരള ഐക്യസംഘമാണ്, കേരള നേതൃത്വത്തിൽ മുജാഹിദ് ആവട്ടെ, മറ്റു സംഘടനകളാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇത് ഈജിപ്ഷ്യൻ ധാരയാണ്. ഇവിടേക്കുള്ള റവല്യൂഷൻ നമ്മൾ പറയുന്ന നവോത്ഥാനം എന്ന് പറയുന്ന ഒരു പരിഷ്കരണ പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കടന്നു വരുന്ന ഈജിപ്ഷ്യൻ, സൗദി അല്ല. സൗദി ഒരു പക്ഷേ ചിലപ്പോൾ കടുത്ത സലഫി ആദർശം എന്ന് പറയുന്ന ആ ഒരു ധാരയാണ്. ഒരു പക്ഷേ സലഫിയുടെ ആ ധാര സൗദി ആദർശം, അവർ സലഫികൾ പോലും ഇപ്പോൾ സൗദികൾ ഇതിനോട് അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. ഹമാസിനെ 100% പിന്തുണച്ചുകൊണ്ടാണ് ഇപ്പോൾ സൗദി മുന്നോട്ട് പോകുന്നത്. സൗദി മാത്രമല്ല, ഇപ്പോൾ UAE എടുക്കുകയാണെങ്കിലും ഖത്തർ എടുക്കുകയാണെങ്കിലും യഥാർത്ഥത്തിൽ UAE നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ ഖത്തർ വളരെ കൃത്യമായി നിലപാട് വ്യക്തമാക്കി. ഖത്തർ 100% ഹമാസിൻ്റെ കൂടെ നിൽക്കുകയാണ്. അത് നേരത്തെ ഉണ്ട്. അത് കുവൈത്തും അതേ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, ബഹ്റൈൻ അതേ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒമാൻ അതേ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. UAE മാത്രമാണ് ഒരു ചിലപ്പോൾ നയതന്ത്ര ബന്ധത്തിൻ്റെ ഭാഗമായിരിക്കാം. പക്ഷേ സൗദി സലഫികൾ എന്ന് പറയുന്ന സൗദി സലഫി പ്രസ്ഥാനങ്ങൾ വരെ 100% ഇപ്പോൾ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ടാണ്. ഇപ്പോൾ സൗദിയിൽ നിന്ന് വരുന്ന വാർത്തകൾ അതാണ്. സൗദി രാജകുമാരനെ മുഹമ്മദ് സൽമാൻ ആ വിഷയത്തിൽ തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹമാസിന് പിന്തുണയാണ്. സൗദിയാണ് പല നിലക്കും സാമ്പത്തികമായും മറ്റുള്ള രംഗത്തും സഹായിക്കുന്നത്. രാജ്യാന്തര പൊളിറ്റിക്സിൽ സാധാരണ രീതിയിൽ മുജാഹിദ് വിഭാഗങ്ങൾ നിലപാട് സ്വീകരിക്കുന്ന സമയത്ത് സൗദിയുടെ നിലപാട് നോക്കി ചെയ്യാറുണ്ട് എന്നുള്ളൊരു അല്ല. KNM ഒരു കാലത്തും സൗദി നിലപാടിനെ 100% അന്ധമായി അനുകരിച്ചു കൊണ്ടുപോയിട്ട് ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ ലോക പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ രാഷ്ട്രീയ ഇഷ്യൂസ് വരുന്ന സമയത്ത് സൗദി എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ടല്ല നമ്മളെ നിലപാട് വ്യക്തമാക്കിയത്. കാരണം ആദ്യകാലത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വങ്ങളിൽ നിന്ന് വന്ന പല റിപ്പോർട്ടുകളും അല്ലെങ്കിൽ അന്നത്തെ പ്രമേയങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ സൗദിക്കെതിരായിട്ട് നമ്മൾ നിന്നിട്ടുണ്ട്. ചില വിഷയങ്ങൾ നേരെ സൗദിക്ക് വിരുദ്ധമായി നിന്ന അഭിപ്രായങ്ങൾ, അതേസമയത്ത് ഈജിപ്തിന് അനുകൂലമായി നിന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വിഷയത്തിൽ പിന്നെ സൗദിയെ 100% ഫോളോ ചെയ്യുക എന്നുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് 1980-കൾക്ക് ശേഷമാണ് സൗദിയെ ഫോളോ ചെയ്യുന്ന ഇനിയിപ്പോൾ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പിളർപ്പാനന്തരം എന്ന് പറഞ്ഞാൽ 2000-ന് ശേഷമാണ് 100% ഒരു ടീം സൗദിയെ മാത്രം, സൗദി പണ്ഡിതന്മാരെന്ത് പറയുന്നു, സൗദി ഭരണകൂടം എന്ന് പറയുന്നു, അവിടെ ഉണ്ടാവുന്ന ആശയധാരകൾ എന്തൊക്കെയാണ്, അതങ്ങനെ തന്നെ ഒരു വ്യത്യാസമില്ലാതെ പിന്തുടരുന്നൊരവസ്ഥ എന്ത് ചെയ്യുന്നുണ്ട് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അത് ഈ കാരണം ഇപ്പോൾ ഈ ചുവലി അബ്ദുള്ള മൗലവിയുടെ വാചകങ്ങൾ ഒരു പക്ഷേ അതുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് നമ്മൾ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. ഒന്ന്, ഹമാസിനെ അംഗീകരിക്കുന്ന രാജ്യങ്ങൾ പ്രധാനമായിട്ടൊന്നുള്ളത് തുർക്കിയാണ്, പിന്നീട് ഇറാനും. ഇവരൊക്കെ തന്നെയും ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി നേരത്തെ അംഗീകരിച്ച ചില രാജ്യങ്ങളാണ്. പ്രത്യേകിച്ചും ഇറാൻ വിപ്ലവത്തൊക്കെ അത്രയും കൊണ്ടാടിയതാണ്. ഇപ്പം നിലവിൽ രാഷ്ട്രീയ പാർട്ടികൾ അടക്കം അവർ ഒരുപക്ഷെ വോട്ട് രാഷ്ട്രീയം കണ്ടിട്ടാണെങ്കിൽ പോലും ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് തെരുവുകളിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഇതൊക്കെ ജമാഅത്തിൻ്റെ ആശയങ്ങൾക്കും ജമാഅത്ത് മുന്നോട്ട് വെച്ച നിലപാടുകൾക്കുമുള്ള ഒരു അംഗീകാരമായി മാറുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ജമാഅത്തെ കൂട്ടിപ്പറയട്ടെ, നേരത്തെ മുല്ലപ്പൂ വിപ്ലവം നടന്ന സമയത്ത് പോലും ഇവിടെ കൂടുതൽ ആഘോഷിച്ചത് ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നു. നേരെ തിരിച്ചും പറയാലോ. ഇപ്പോൾ ഫലസ്തീൻ ഇഷ്യൂ ഇപ്പോൾ വന്ന സമയത്ത്, ഗസ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചത് ആരാണ്? വലത് ഇടത് പക്ഷങ്ങൾ മുഴുവനും രണ്ടും മറന്നുകൊണ്ട് ഒന്നിച്ച് പ്രതികരിച്ചോ. ഇപ്പോൾ CPM എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒരു നിലപാടുണ്ട്. പക്ഷേ CPM ആണ് എന്ത് ചെയ്യുന്നത്, ഫലസ്തീൻ വിഷയത്തിൽ ആദ്യമായിട്ട് ഇവിടെ പ്രോഗ്രാം, അതിനുശേഷം UDF ലീഗ് പ്രോഗ്രാം നടത്തി, അതിനുശേഷം കോൺഗ്രസ് പ്രോഗ്രാം നടത്തി, എല്ലാവരും പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒരു വിജയം എന്ന് പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, ഷിയായിസം ഇസ്ലാമിയുടെ വിജയം എന്നല്ല ഉദ്ദേശിച്ചത്, ജമാഅത്തെ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ അവർക്ക് ഒരു അംഗീകാരം കൊടുക്കുന്ന രീതിയിൽ വരുന്നുണ്ടോ എന്നുള്ളത്. ജമാഅത്തെ ഇസ്ലാമിൻ്റെ വിഷയം മാത്രമായിട്ട് ഇത് ഒരു ലോക മുസ്ലിങ്ങളുടെ ഒരു ഇഷ്യൂ എന്ന നിലക്ക് ആരാണോ ചർച്ച ചെയ്യുന്നത് ആ ഭാഗത്ത് നിന്ന് അതിൻ്റെ വിഷയങ്ങളുടെ പിന്നെ മൂല്യം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഇതിനോട്. ഇപ്പോൾ ഷിയായിസം ഇതിൻ്റെ ഒരു ഭാഗം, ഷിയാക്കൾ എപ്പോഴാണ് കയറി വന്നത്?
ഇറാൻ എപ്പോഴാണ് ഈ വിഷയത്തിൽ പിന്നെ ഫലസ്തീൻ ഇഷ്യൂവിൽ ഇറാൻ എപ്പോഴാണ് കയറി വന്നത് നമ്മൾ നോക്കണമല്ലോ. ഏറ്റവും അവസാന ഘട്ടത്തിൽ ഒരു വിജയത്തിൽ ഒരു ചെറുത്തുനിൽപ്പിലെ കൃത്യമായ പൂർണ്ണതയിലേക്ക് എത്തുന്ന സമയത്താണ് ഇറാൻ ചെയ്യുന്നത് സപ്പോർട്ട് പ്രഖ്യാപിക്കുന്നത്. ഇറാൻ്റെ മുമ്പിൽ വേറെ പൊളിറ്റിക്സ് ഉണ്ട്, അമേരിക്ക, അതുപോലെ തന്നെ ഇസ്രായേൽ, ഈ മാത്രമല്ല സൗദി ധാരയോട് വിമുഖത കാണിക്കുന്നത് നിലപാടായിരുന്നു ഒരുപക്ഷെ ഇറാൻ്റെ. പക്ഷേ ഈ വിഷയത്തിൽ സൗദി ഒരു ലോക മുസ്ലിങ്ങളുടെ ഒരു ഐക്യം രൂപപ്പെടുന്ന ഒരു യൂണിറ്റി ഉണ്ടായി എന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഇറാൻ നേതൃത്വത്തിന് സൗദിയിൽ എന്ത് ചെയ്യുന്നു, അവസരം കൊടുക്കുന്നു. മാത്രമല്ല അവരുടെ ഉച്ചകോടിയിൽ അവരുടെ സമ്മേളനത്തിൽ കൃത്യമായി അഭിപ്രായം പറയാനും ഇറാനെയും കൂടി അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് സൗദി സലഫികൾ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അതേസമയത്ത് ഷിയായിസത്തെ അംഗീകരിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു ഇഷ്യൂ ബേസ്ഡ് ആയ കാര്യത്തിൽ എന്ത് ചെയ്യുന്നു, അതിനോട് കൂടെ നിൽക്കുന്നു എന്നേ പറയാൻ പറ്റുമോ. യഥാർത്ഥത്തിൽ ഷിയായിസത്തെ അംഗീകരിച്ചുകൊണ്ടല്ലത്. രണ്ടാമത്തെ കാര്യം, ഹമാസ് വിഷയത്തിൽ കേരള മുസ്ലിങ്ങളെ എത്രത്തോളം ഹമാസ് വിളികളുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. കാരണം ഹമാസ് അവിടെ ശരിയായിരിക്കാം, എന്നാൽ ഇവിടെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹമാസിന് ലോകത്തുള്ള പല രാജ്യങ്ങളും ഭീകര സംഘടനയായി മുദ്ര കുത്തിക്കഴിയുകയും ചെയ്തു. ആ നിലക്ക് നമ്മൾ തെരുവിലിറങ്ങിങ്ങനെ വിളിക്കുന്ന സമയത്ത് അത് പൊതുസമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രതികരണം ഒരു ബാഡ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യയിൽ ആരാണ് ഹമാസിന് ആദ്യമായി പ്രതികരിച്ചത്? രണ്ട് ടീമിനെയാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ഇവിടുത്തെ സംഘപരിവാർ ടീമും അതുപോലെ തന്നെ RSS BJP എന്ന് പറഞ്ഞാൽ പിന്നെ ആ ടീം സംഘപരിവാർ ടീമാണ് യഥാർത്ഥത്തിൽ ഈ ആദ്യമായിട്ട് ഹമാസിനെതിരെ പ്രസ്ഥാനം. രണ്ടാമത്തത് പ്രസ്ഥാനം ഇറക്കുന്നത് നമ്മൾ കണ്ടത് കേരളത്തിലാകെ ഈ പിന്നെ KNM ഈ പറയുന്ന CD ടവർ എന്ന് പറയുന്ന TP അബ്ദുൽ മദനി നേതൃത്വം നൽകുന്ന ടീമാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഹമാസിനെതിരെ പ്രതികരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിശദീകരിച്ചാൽ എനിക്ക് അത്ര തൃപ്തമായിട്ടില്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് എന്താണ് നേട്ടം? അവിടെ നടക്കുന്ന ഒരു വിഷയത്തോട് നമുക്ക് സ്വാഭാവികമായിട്ടും പത്രങ്ങളിലൂടെയും പേജിലും സ്റ്റേജിലും ഒക്കെ നമുക്ക് പ്രതികരിക്കാം. അതിനപ്പുറം ഇത് കൊണ്ടാടപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. രാഷ്ട്രീയ പാർട്ടികൾ തികച്ചും നമുക്ക് മനസ്സിലാക്കാം അത് വോട്ട് പ്രേരിതം മാത്രമാണ്. മുസ്ലിം സമുദായം എന്തിനിങ്ങനെ ഇറങ്ങണം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. വളരെ കൃത്യമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് വളരെ കൃത്യമായ മറുപടി. മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയൊരു വിഷയമാണിത്. മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ പ്രതികരിക്കുന്നു എന്നത് ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്ത് ഒന്നാമതായി സ്ഥാപിതമായ പള്ളിയാണ് മക്ക, കഅബ എന്ന് പറയുന്നത്. അതിനുശേഷം നിർമ്മിതമായ പവിത്രമായ ഭൂമിയാണ്, പവിത്ര പള്ളിയാണ് യഥാർത്ഥത്തിൽ ബൈത്തുൽ മുഖദ്ദസ്, അതുപോലെ മദീനത്തെ പള്ളി. മൂന്നിനും നബി പറഞ്ഞു, അതിൻ്റെ പ്രവാചകൻ്റെ വാക്കുകളിലുണ്ട്, പുണ്യകരമായ സ്ഥലങ്ങളാണ്, ഇവിടേക്ക് തീർത്ഥാടനം, നിങ്ങൾ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് തീർത്ഥാടനം ഈ 3 ഭവനങ്ങളിലേക്ക് നടത്താൻ പാടുള്ളൂ. ആദ്യത്തെ മുസ്ലിങ്ങളുടെ ആരാധനാ കേന്ദ്രമായ ഖിബ്ലയായി സ്വീകരിച്ചിരുന്നത് ബൈത്തുൽ മുഖദ്ദസാണ്. മുസ്ലിങ്ങളും നമ്മളുമായിട്ട് ഏറ്റവും വൈകാരികമായ ബന്ധം സ്ഥാപിക്കുന്ന നമ്മുടെ ആരാധനയുടെ ആസ്ഥാന കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ഥാപനത്തെ അല്ലെങ്കിൽ ആ പള്ളിയെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനത്തെ അത് സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് ലോകത്ത് മുസ്ലിങ്ങളുടെ മുഴുവൻ ബാധ്യതയാണ്. ആ ബാധ്യത എന്ന നിലക്ക് സ്വാഭാവികമായും ഒരു മുസ്ലിം വിഷയമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ ഇത് കാണുന്നത്. അതിപ്പോൾ അറബ് രാജ്യങ്ങൾ അവരുടെ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടല്ലല്ലോ, പ്രധാനമായിട്ടും ബൈത്തുൽ മുഖദ്ദസിൻ്റെ മോചനം എന്നത് തന്നെ, ഖുദ്സിൻ്റെ മോചനം എന്നാണ് വളരെ പ്രധാനം. അത് അറബ് രാജ്യങ്ങൾ മുഴുവനും, ഇപ്പം നിങ്ങൾ പറഞ്ഞ തുർക്കിയാണ്. ഇനി ഇറാൻ്റെ വിഷയത്തിൽ വരുമ്പോൾ ഇറാൻ ഒരു പക്ഷേ ഇങ്ങനെ ഒരു നിലപാടായിരിക്കും സ്വാഭാവികമായിട്ടുണ്ടാവും. ജൂതന്മാരുടെ കൈകളിൽ നിന്ന് പൂർണ്ണമായിട്ടും ബൈത്തുൽ മുഖദ്ദസിനെ ഖുദ്സിനെ മോചിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യം, ആ ലക്ഷ്യത്തിൻ്റെ അത് വിജയം കൈവരിക്കാവുന്ന ലോക മുസ്ലിങ്ങളുടെ ഒരു വൈകാരികമായ ബന്ധമാണ്, ഒരു മനസ്സുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, വിശ്വാസവുമായി ബന്ധപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന് എന്തുണ്ട്, ഒരു ലോക ഐക്യദാർഢ്യം, മുസ്ലിങ്ങളുടെ വികാരം മുഴുവനും ഒന്നിപ്പിക്കുക എന്നത് ആ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരള സമരം കാണുന്നത്. ഇതിന് നിങ്ങളുടെ മറുപടി ഏറെക്കുറെ കൃത്യമാണ്. കാരണം നമ്മൾ ഹമാസിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ലോകരാഷ്ട്രങ്ങളെ ഭീകരമുദ്ര ചാർത്തി ഭീകര പട്ടികയിൽ പെടുത്തിയതാണ്. എങ്കിൽ പോലും ഹമാസിൻ്റെ നിലപാടുകളെ അംഗീകരിക്കുന്നതിനേക്കാൾ അപ്പുറം ഹമാസ് ഇപ്പോൾ നിലകൊള്ളുന്ന ആവശ്യത്തിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് മുസ്ലിം സമുദായം ചെയ്യേണ്ടത് എന്നുള്ള പറഞ്ഞു. സന്ദർഭത്തിൻ്റെ അനുസരിച്ച് ഇപ്പോൾ ഹമാസ് എന്തുവാണോ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം, അവർ പറഞ്ഞിരിക്കുന്ന ഹമാസിൻ്റെ നേതാവ് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഫലസ്തീൻ ജനതക്ക് സ്വന്തമായി ഒരു ഭൂമി വേണം. ഞങ്ങൾ മറ്റുള്ളവർക്ക് ആതിഥേയത്വം നൽകി ഈ നാടിനെ ആദരിച്ചവരാണ്.
അതുകൊണ്ട് അതിഥികളായി കടന്നു വന്ന ആളുകൾ ഞങ്ങളെ ആട്ടിപ്പുറത്താക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. രണ്ടാമത്തത്, ഞങ്ങളുടെ ഏറ്റവും പ്രധാന ബൈത്തുൽ മുഖദ്ദസാണ്, അത് ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. ഗസ ഞങ്ങൾക്ക് അനുവദിച്ചതാണ്. അതുകൊണ്ട് അവിടെ ഒരു അധിനിവേശം നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളിവിടെയുള്ള ഈ അനാഥകൾക്കും വിധവകൾക്കും ഈ പോരാട്ട ഭൂമിയിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ അവസാനം വരെ ഞങ്ങൾ എന്ത് ചെയ്യും. അതേസമയത്ത് ചോലി അബ്ദുള്ള മൗലവിയുടെ പ്രഭാഷണത്തിൽ ഒരു ചെറിയ വാചകം വന്നത് വളരെ അപകടകരമായ വാചകമാണ്. ഹമാസ് എന്ന് പറയുന്ന സംഘടനയുടെ കയ്യിൽ ഒരിക്കലും ബൈത്തുൽ മുഖദ്ദസ് ഫലസ്തീൻ ഏൽപ്പിക്കാൻ പാടില്ല. ആവർത്തിച്ച് പറഞ്ഞു. രണ്ടാമത്, ജൂതന്മാർക്ക് ഇത് ഏൽപ്പിച്ചു കൊടുത്താൽ പോലും ഒരിക്കലും ഷിയാക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കരുതെന്നാണ്. അപ്പോൾ ജൂതന്മാരെക്കാളും മോശമാണ് ഷിയാക്കൾ എന്ന് പറയുന്ന രൂപത്തിലാണല്ലോ ഈ സൂചിപ്പിച്ച വാചകം. ജൂതന്മാരെ ശപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ജൂത പ്രവർത്തനങ്ങൾ വളരെ മോശമാണ് എന്ന് ഖുർആൻ്റെ വാക്കുകളാണ്. അപ്പോൾ ആ നിലക്ക് നബി തന്നെ പറഞ്ഞിട്ടുണ്ട്, ജൂതന്മാർ അവർ ശാപത്തിന് വിധേയരാകും, കാരണം അവരുടെ പ്രവർത്തനങ്ങൾ അത്ര മോശമായിരുന്നു എന്നതാണ്. അത്ര മോശമല്ലല്ലോ യഥാർത്ഥത്തിൽ ഈ ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ. ഹമാസിൻ്റെ ഇതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ അവർ ചെയ്യുന്ന കർമ്മങ്ങൾ ദൈവവിശ്വാസത്തിൽ അവരൊന്നാണ്. അവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഒരു സമീപനമുണ്ട്, നിങ്ങളുടെ ദൈവം ഒന്നായിരിക്കുക, അതുപോലെ തന്നെ പ്രവാചകൻ ഒന്നായിരിക്കുക, മൂന്നാമത്തത് പരലോക വിശ്വാസം നിങ്ങൾക്കുണ്ടാക്കുക, വേദഗ്രന്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരെ മുസ്ലിങ്ങളായി പരിഗണിക്കണം എന്നാണ്. പക്ഷേ വീക്ഷണ വ്യത്യാസങ്ങൾ എന്ത് ചെയ്യാം, സ്വാഭാവികമായിട്ടും ഉണ്ടാവാം. ഒരാളെ മുസ്ലിമോ അമുസ്ലിമോ എന്ന് പറഞ്ഞ് വേർതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കും അള്ളാഹു നൽകിയിട്ടില്ല. ആ നിലക്ക് അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വാസമുണ്ട്, അതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹിൽ അവർക്ക് വിശ്വാസമുണ്ട്, വേദഗ്രന്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ അവർക്ക് വ്യത്യാസമുണ്ട്, വീക്ഷണങ്ങളിൽ ചിലപ്പോൾ അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടാകും. ആ വ്യത്യാസങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, അവരെ മാറ്റി നിർത്തണം എന്നൊരു നിലപാട് കേരള മർക്കസ് ദേവക്കില്ല. കാരണം ആ നിലപാടല്ല നമ്മൾ സ്വീകരിച്ചത്. അത് പ്രവാചകൻ പോലും പ്രവാചക ജീവിതത്തിൽ ഇത്തരം വ്യത്യാസങ്ങൾ പല ആളുകൾക്കും പ്രവാചക കാലഘട്ടത്തിന് ശേഷം ഖലീഫമാരുടെ കാലത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് അവരെ പോലും അകറ്റി നിർത്തിയിട്ടില്ല, യോജിപ്പിച്ച് നിർത്തുന്നതായിരുന്നു. ഇനി ഹമാസിന് എന്തെങ്കിലും പോരായ്മകൾ തിരുത്തി കൊടുക്കുകയാണല്ലോ നമ്മൾ വേണ്ടത്, അല്ലാതെ ഒരു ടീമിനെ മുഴുവനും അടിച്ചാക്ഷേപിച്ചുകൊണ്ട് അവരെ ഈ പോരാട്ട ഭൂമിയിൽ നിന്ന് പിൻവലിക്കുകയല്ലല്ലോ വേണ്ടത്. ഇനി ഹമാസും കൂടി അവിടെ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഫലസ്തീൻ്റെ അവസ്ഥ എന്ന് നമ്മളിപ്പം എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടത്. സത്യത്തിൽ കേനം CD ടവർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ചോലി അബ്ദുള്ള മൗലവിയെ പോലുള്ള ആളുകൾ ഇത്തരം പ്രഭാഷണം നടത്തുമ്പോൾ കാരണം ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്, നമ്മൾ ആർക്കെതിരെയാണ് സംസാരിക്കുന്നത്. ഫലസ്തീനിലെ അത്രമാത്രം ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായ ആളുകളുടെ മുമ്പിൽ, അവരുടെ ഡെഡ് ബോഡിയുടെ മുമ്പിൽ അല്ലെങ്കിൽ അവരുടെ മയ്യത്തുകളുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ആ ശവത്തിൽ കുത്തിയാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. വളരെ മോശമായൊരു സംസാരമാണ്. ഷിയാക്കൾക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കൂ, അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കരുത്, നിങ്ങൾ ജൂതന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കൂ എന്ന് പറയാം. അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നു ഇവിടുത്തെ മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറയും. ഇനി ഇസ്ലാമിലെ ഇപ്പോൾ ചോലി അബ്ദുള്ള മൗലവി പറയുന്ന ആ വാചകത്തിൻ്റെ അതിൻ്റെ അപ്പുറത്ത് ഒന്നും കൂടിയുണ്ട്. തൗഹീദാണ് ഏറ്റവും പ്രധാനം. തൗഹീദിൻ്റെ പ്രായോഗിക ജീവിതം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. തൗഹീദ് എന്ന് പറയുന്നത് ദൈവവിശ്വാസമാണ്. കൃത്യമായി വിശ്വാസത്തിൻ്റെ പ്രായോഗിക ജീവിതം എന്ന് പറയുന്നത് അത് ദുർബലരുടെ കൂടെ നിൽക്കാൻ പറയുന്നുണ്ട്, അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ കൂടെ നിൽക്കാൻ പറയുന്നുണ്ട്, മർദ്ദിതരുടെ കൂടെ നിൽക്കാൻ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ആട്ടി ഓടിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി സഹായം നൽകാൻ പറയുന്നത്. ഇതൊക്കെ ഖുർആൻ്റെ സമയം, അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണല്ലോ. ഇവിടെ ഈ വിഷയത്തിൽ മാത്രം അകറ്റി നിർത്തുകയും തൗഹീദ് വാക്കുകളിൽ പരിമിതപ്പെടുത്താതെ തൗഹീദ് കർമ്മമണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാട്ട ഭൂമിയിൽ ഉണ്ടാവേണ്ടി വരും. രാജ്യ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദൈവവിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായി വരേണ്ടി വരും. അതുപോലെ തന്നെ ഫാസിസത്തിനെതിരെ ശബ്ദിക്കേണ്ടി വരും. ഇവിടെ ഫാസിസവും ഈ പറഞ്ഞ വിശ്വാസികൾ പരസ്പരം യോജിക്കുന്നൊരു മേഖല നമ്മൾ കാണുന്നത്. ഇതിലെന്തോ ചില കൂട്ടുകെട്ടുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, സംശയിക്കുന്നത്. കാരണം ഒരു ഭാഗത്ത് ഫാസിസം അതേ അഭിപ്രായം പറയുന്ന ഇപ്പോഴത്തെ കേനം CD ടവറും ഫാസിസവും CD ടവറും എവിടെയോ കൈകോർക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, ചോലി അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞ കാര്യത്തിൽ വേറൊരു കാര്യം കൂടി കൃത്യത വരുത്തേണ്ടതുണ്ട്. അതായത് ഷിയാക്കളെ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹമാസാണ് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹമാസിന് സഹായം സ്വാഭാവികമായിട്ടും ഇറാൻ ചെയ്യുന്നു, അത് ഷീ വിഭാഗമാണ്. അതോടൊപ്പം തന്നെ ലബനാനിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെ സഹായമുണ്ട്. ഹിസ്ബുള്ളയെ സഹായിക്കുന്നത് പൂർണ്ണമായും നമുക്കറിയാം ഇറാനാണ്, മാത്രമല്ല ഹിസ്ബുള്ള ഷിയാക്കളുമാണ്. എന്നാൽ ഇത് വിജയിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് ഹമാസിനായിരിക്കും, ഫലസ്തീനികളായിരിക്കും. അതൊരിക്കലും തന്നെ ഷിയാക്കളാവുന്നുമില്ല. അവിടെയുള്ള ഒരു വൈരുദ്ധ്യം എങ്ങനെയാണ്? സത്യത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഹിസ്ബുള്ള ഒരു ഭാഗത്ത്, രണ്ടാമത്തത് ഹമാസ് നിലകൊള്ളുന്നതും ഹമാസ് രൂപപ്പെടുന്നതും ഒക്കെ യഥാർത്ഥത്തിൽ ഫലസ്തീൻ്റെ ഉള്ളിൽ നിന്നാണ്. ഹിസ്ബുള്ള എന്ന് പറയുന്ന നേരത്തെ ലബനാൻ അല്ലെങ്കിൽ
സിറിയ ബേസ്ഡ് ആയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് യഥാർത്ഥത്തിൽ ഹിസ്ബുള്ള എന്ന് പറയുന്നത്. ഹിസ്ബുള്ളൻ്റെ ബേസ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ 100% ഇറാനിൽ നിന്നുള്ള ആവേശമാണ്. ഇപ്പോൾ യമനിലെ ഹൂത്തികൾ എന്ന് പറയുന്ന വിഭാഗമുണ്ട്. അവിടെ നടക്കുന്ന ഈ പോരാട്ടത്തിൻ്റെ അല്ലെങ്കിൽ പരസ്പരമുള്ള ഏറ്റുമുട്ടലിൽ യഥാർത്ഥം നല്ലൊരു പങ്ക് വഹിക്കുന്ന ഒരു ടീം യഥാർത്ഥ ഷിയാക്കളാണ്. ഷിയാക്കളും അതുപോലെ തന്നെ ഇവരും തമ്മിൽ ഹമാസുമായി 100% കണക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റുന്ന ഒരു ചരിത്രരേഖയില്ല. കാരണം ഇവരുടെ വിശ്വാസധാരകൾ എന്താണെന്ന് വെച്ചാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറഞ്ഞാൽ മുസ്ലിം സുന്നി വിഭാഗം. അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്നത് സുന്നി വിഭാഗം. ലോകത്ത് 2 വിഭാഗം നമ്മൾ പറഞ്ഞല്ലോ, ഒന്ന് ഷിയാക്കളാണ്, ഒന്ന് രണ്ടാമത്തത് സുന്നികളാണ്. ഈ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് യഥാർത്ഥത്തിൽ ഹമാസ് എന്ന് പറയുന്നത്. ഹിസ്ബുള്ള എന്ന് പറയുന്നത് 100% എന്ത് ചെയ്യുന്നത് ഇറാൻ പ്രചോദിതമായ ഒരു സംഘടനയാണ്. അപ്പോൾ അവരെ മാത്രമല്ല, ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻ കേസ് ഫലസ്തീനിലൊരു വിജയം കൈവരിക്കുന്നു, ഹമാസ് വിജയിക്കുന്നു, ഇതിനൊക്കെ അതായത് പൊളിറ്റിക്കലി ചെറിയ പ്രശ്നം കൂടെ അവിടെ ഉണ്ട്. ഹമാസിന് നേരത്തെ ഒരു ഭരണപരമായ പിന്തുണ കിട്ടിയ സമയത്താണ് കൂടുതൽ ഇസ്രായേൽ അവരെന്ത് ചെയ്യുന്ന സംഘടന വർദ്ധിപ്പിക്കുന്നത്. എതിർപ്പുകളും ശത്രുതയും ഏറ്റുമുട്ടലൊക്കെ വർദ്ധിപ്പിച്ചതാണ്. ഹിസ്ബുള്ള എന്ന് പറയുന്നത് ബേസ്ഡ് അത് ഫലസ്തീനിൽ മാത്രമാണ്. ഈ ഹമാസ് 100% ഹമാസ് അവിടെ നിന്ന് അവരുടേത് ആശയത്തിൽ ചിലപ്പോൾ ഭരണം നടത്തിയേക്കാം. അതേ സമയത്ത് ഷിയാക്കൾക്ക് ഇവിടേക്ക് ഒരു എൻട്രി പോലും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഇതിൽ ഒരിക്കലും ഷിയാക്കളെ കണക്ട് ചെയ്ത് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഷിയ എന്ന് പറയുന്നത് ബാഹ്യശക്തിയാണ്. ബാഹ്യശക്തി ഒരു യുദ്ധം നടക്കുമ്പോൾ, ഇപ്പോൾ 1-ാം ലോകമഹായുദ്ധം 2-ാം ലോകമഹായുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ സംഭവിച്ചത് എന്താണ്? പല സഖ്യകക്ഷികളുമായിട്ട് പല രാജ്യങ്ങളും അതിനോട് കൂട്ടിച്ചേരുകയാണ്. ഇത്തരം ഒരു യുദ്ധഭൂമിയിൽ അല്ലെങ്കിൽ പരസ്പരമുള്ള ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ അവർക്ക് പിന്തുണ എടുത്ത് നൽകിക്കൊണ്ട് ഒരു പക്ഷത്ത് ഷിയാക്കൾ വന്നു, വേറെ ഭാഗത്ത് സുന്നികൾ എന്ന് പറയുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅ ഈ പറഞ്ഞ കടുത്ത സലഫി ധാരയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ സൗദി. അതേ സമയത്ത് ഒരു മിതവാദികളാണ് ഖത്തർ എന്ന് പറയുന്നത്. തുർക്കി എന്ന് പറയുന്നത് 100% നമ്മൾക്ക് വേണമെങ്കിൽ ഒരു ഓർത്തഡോക്സ് വിഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ഷിയാക്കളുമുണ്ട്, സുന്നികളുമുണ്ട്, അതുപോലെ തന്നെ കടുത്ത അന്ധവിശ്വാസങ്ങളുമായി നിലകൊള്ളുന്ന ടീം. പക്ഷേ ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ സിറിയനെ നോക്കുക, സിറിയയിൽ ഒരു വൻ ഭൂരിപക്ഷം ഷിയാക്കളാണ്. പക്ഷേ സിറിയയും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനോട് യോജിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞാൽ സലഫികളും അതുപോലെ തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന ടീമും അതുപോലെ തന്നെ ഈ പറയുന്ന ഷിയാക്കളുമൊക്കെ ഒരു കോമൺ വിഷയത്തിൽ യോജിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സമരം നടത്തുന്നത്. ഇതൊരു ഷിയാക്കള സമരമായി, അല്ലെങ്കിൽ ഷിയാക്കൾക്കുള്ള വിജയമായി, ഷിയാക്കൾക്ക് ബൈത്തുൽ മുഖദ്ദസ് ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യേണ്ടില്ല, ഇതിനെ കാണേണ്ടില്ല. അത് ചൊയ്ലി അബ്ദുള്ള മൗലവിക്ക് പറ്റിയ തെറ്റാണെന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ ഒന്നുകൂടി പറയാനുള്ളത്. KNM CD ടവർ നേതൃത്വം ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളിൽ അവരുടെ ഒരു ഇന്നർ ഇഷ്യൂസ് ആയിരിക്കും അവർക്ക് പ്രതികരിക്കാൻ പറ്റാതെ പോകുന്നത്. ഒരു 2 ധാര അതിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവും. ഒരു ഭാഗം പൂർണ്ണമായി ഹമാസിനെ എതിർക്കുന്നവരും ഒരു ഭാഗം അനുകൂലിക്കുന്നവരും ഉണ്ട്. 2 വിഭാഗവും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നിലനിൽക്കുന്നത്. ഇപ്പോൾ KNM ടി പി അബ്ദുള്ള കോയമതിൻ്റെ ചില നിലപാടുകളിൽ നമ്മൾ കാണുന്ന ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഹമാസിനെ അനുകൂലിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. നേരെ വിപരീതമായി മജീദ് സലാഹി എതിരായിട്ട് സംസാരിക്കും. ഇപ്പോൾ ചൊയ്ലി അബ്ദുള്ള മൗലവിയും. അപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഇന്നറിലെ പ്രശ്നങ്ങളായിരിക്കാം അവർക്ക് കൃത്യമായ ഒരു നിലപാട് കട്ടണ്ടായി പറയാൻ പോകുന്നതെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഒരു പ്രയാസം നേരിടുന്ന ആൾ ആരുടെ സഹായം വാങ്ങണമെന്നുള്ളത് നേരത്തെ ആലോചിച്ച് തീരുമാനിച്ചാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു നിലപാടാണ് ചൊയ്ലി പറഞ്ഞത്. അതിലൊരു തരം വങ്കത്തരമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു പ്രശ്നം നേരിടുന്ന സമയത്ത് അവരെ സഹായിക്കാൻ ഒരു സഹായമായി വരുന്ന ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടല്ലല്ലോ സഹായം സ്വീകരിക്കുന്നത്. ആ അർത്ഥത്തിലുള്ള ചൊയ്ലിയുടെ പരാമർശത്തെ നിങ്ങൾ CD ടവർ എന്ന് പറയുകയും പത്രദ്വാര ഔദ്യോഗിക പക്ഷം എന്നറിയപ്പെടുന്ന KNM എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് ഒരുപക്ഷെ സമൂഹവും സമുദായവും കാത്തിരിക്കാം. കാരണം അവരുടെ അഭിപ്രായം അവർ വ്യക്തമാക്കട്ടെ. സ്വാഭാവികമായിട്ടും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന അങ്ങനെ ഒരു വിഷയത്തിൽ അവർക്ക് പ്രതികരിക്കാനുള്ള അവസരങ്ങളുണ്ട്. KNM മർക്കസ് ദഅവ സ്റ്റേറ്റ് സെക്രട്ടറിമാരിൽ ഒരാളായ IP അബ്ദുസലാമാണ് ഇത്രയും നേരം പ്രസ് കോൺഫറൻസുമായി സംസാരിച്ചിരിക്കുന്നത്. ചൊയ്ലി അബ്ദുള്ള മൗലവി തൊടുത്തുവിട്ട ഒരു പരാമർശം എങ്ങനെ ഇനി KNM ഔദ്യോഗിക പക്ഷമെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ CD ടവർ പക്ഷമെന്ന് പറയുന്ന അവർ എങ്ങനെയാണ് ഇതിനെ കഴുകിക്കളയുക എന്നുള്ളതാണ് സമൂഹവും സമുദായവും കാത്തിരിക്കുന്നതെന്നാണ് IP അബ്ദുസലാം ഇത്രയും നേരം സംബന്ധിച്ചതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും നേരം പ്രസ് കോൺഫറൻസുമായി സംസാരിച്ചതിനും സംവദിച്ചതിനും സമയം തന്നതിനും നന്ദി. നമസ്കാരം.